ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രകൾ എല്ലാവരുടെയും സ്വപ്നമാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്വപ്നയാത്രയായിരുന്ന ആദ്യമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. പോർച്ചുഗലിലെ ലിസ്ബൺ എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം പോർച്ചുഗലിലെ അതിമനോഹരമായ കാഴ്ചകൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എയർപോർട്ടിലെ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്റേണൽ യാത്രകൾക്ക് ആവശ്യമായിട്ടുള്ള റെന്റേ കാർ പിക്കപ്പ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ആദ്യമായി പോയത്. ഫാമിലിയായുള്ള യാത്ര കൂടുതൽ കൺവീനിയൻ്റ് ആക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ റെന്റേ കാർ എടുത്തത്. പക്ഷേ റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ആയിരുന്നു പോർച്ചുഗലിൽ ഞങ്ങൾ നേരിട്ട ആദ്യ വെല്ലുവിളി. ആദ്യമൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തുവെങ്കിലും പിന്നീട് അത് പയ്യെ ശരിയായി വന്നു. അത് രാവിലെ ഇറങ്ങിയത് കൊണ്ട് ഞങ്ങളെല്ലാവരും നല്ല ടയർഡായിരുന്നു. സോ അടുത്തതായി ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഒരു നല്ല റെസ്റ്റോറൻറ്റ് തേടിയുള്ള യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോർച്ചുഗീസ് റെസ്റ്റോറൻറ്റിൽ എത്തുകയും വളരെ സ്വാദിഷ്ടമായ ഫിഷ് ഡിഷസ് കഴിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് വളരെ മനോഹരമായ ബെലൻ ടവർ കാണുവാൻ വേണ്ടിയിട്ടാണ്. പോർച്ചുഗലിൽ വരുന്നവരെല്ലാവരും മസ്റ്റ് വിസിറ്റായി സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ബെലൻ ടവർ. നമ്മുടെ ഗേറ്റ് വേ ഓഫ് മുംബൈയുമായി ഏതാണ്ട് സാദൃശ്യം തോന്നുന്ന ഒരു ബിൽഡിംഗ് ആണ് ബെലൻ ടവർ. നേരം വൈകി പോയതിനാൽ അന്ന് ഞങ്ങൾ നിശ്ചയിച്ച പ്രകാരം എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല. അതിനാൽ അന്നത്തെ യാത്രകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. വളരെ മനോഹരമായ ഒരു പ്രൈവറ്റ് പൂളോട് കൂടിയുള്ള ഒരു വില്ലയായിരുന്നു ഞങ്ങൾ 2 ദിവസത്തെ താമസത്തിനായി എയർബിഎൻബിയിൽ നിന്ന് തിരഞ്ഞെടുത്തത്. അന്ന് രാത്രി മുഴുവൻ റെസ്റ്റ് എടുത്ത് രാവിലെ തന്നെ ഞങ്ങളുടെ എയർബിഎൻബിയുടെ തൊട്ടടുത്തുള്ള ബീച്ചായ സാന്റാക്രൂസ് ബീച്ചിലേക്ക് പോയി. അവിടെ ഞങ്ങളെ കാത്തിരുന്നത് വളരെ മനോഹരമായ ഒരു പ്രഭാതമായിരുന്നു. ടൂറിസ്റ്റ് സീസൺ അല്ലാത്തതിനാൽ വളരെ ശാന്തമായ ഒരു ബീച്ചും അതിമനോഹരമായ കാഴ്ചകളുമാണ് അവിടെ ഞങ്ങളെ കാത്തിരുന്നത്. ഒരു സൈഡിൽ ക്ലിഫും മറ്റൊരു സൈഡിൽ വളരെ മനോഹരമായ സാൻഡി ബീച്ചസും റോക്ക് ഫോർമേഷനുമൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. അന്ന് രാവിലെ തൊട്ട് ഏകദേശം ഉച്ചവരെ ഞങ്ങളെല്ലാവരും ആ ബീച്ചിൽ ഒരുപാട് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വെനീസ് ഓഫ് പോർച്ചുഗൽ എന്നറിയപ്പെടുന്ന അവീറോ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വെനീസ് പട്ടണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ റിക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പട്ടണമാണ് അവീറോ. അവിടെ വെനീസിലെ പോലെ ഗൊണ്ടോള സർവീസുകളും കനാലുകളും ഒക്കെയാണ് പ്രധാന ആകർഷണം. അവീറോയിലെ പ്രധാന ആകർഷണമായ ഗൊണ്ടോളയിൽ ഞങ്ങളും യാത്ര ചെയ്തു. പട്ടണത്തിന്റെ നടുവിലൂടെയുള്ള കനാലിലൂടെ ഉള്ള ഈ ഗൊണ്ടോള സർവീസ് അവീറോ പട്ടണത്തെ മുഴുവൻ ചുറ്റിക്കാണുവാനും പട്ടണത്തിന്റെ മനോഹാരിത ആസ്വദിക്കുവാനും സഹായിക്കും. ഗൊണ്ടോള ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് തിരികെ പോന്നു. 3-ാം ദിവസം ഞങ്ങളുടെ ലിസ്ബണിലുള്ള എയർബിഎൻബി വില്ലയുടെ ചെക്കൗട്ട് ഡേറ്റ് ആയതിനാൽ ഞങ്ങൾ രാവിലെ ചെക്കൗട്ട് ചെയ്ത് ലിസ്ബണിൽ അടുത്തുള്ള ഒരു അക്വേറിയത്തിലേക്കാണ് ആദ്യമായിട്ട് പോയത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരുപാട് വലിയ ഒരു അക്വേറിയം, യുകെയിലെ സീ ലൈഫ് പോലെ തന്നെ തോന്നിക്കുന്ന വളരെ വലിയ ഒരു അക്വേറിയമാണ് ലിസ്ബണിൽ ഉള്ളത്. അവിടെ ഞങ്ങളെ ഏറ്റവും ആകർഷിച്ചത് ഈ സീ ഓട്ടേഴ്സിന്റെ നീന്തലാണ്. തന്നെ കാണുവാൻ ആളുകളുണ്ടെന്നറിഞ്ഞപ്പോൾ അവർ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി നമ്മളെ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതിനുശേഷം ഞങ്ങൾ ലിസ്ബണിൽ നിന്ന് അൽഗാർവ് റീജിയനിലേക്ക് പുറപ്പെട്ടു.
അവിടെ ഞങ്ങൾ ലാഗോസ് എന്ന് പറയുന്ന ഒരു ചെറു പട്ടണത്തിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആ ഓൾഡ് ടൗണിലൂടെ ഒരു മോർണിംഗ് വാക്ക് നടന്നു ഞങ്ങൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പ്രയ ഡേ ബറ്റാട്ട എന്ന് പറയുന്ന ബീച്ചിലേക്ക് പുറപ്പെട്ടു. സോയിൽ ഇറോഷൻ കാരണവും വിൻഡ് കാരണവും ഉണ്ടായിട്ടുള്ള നാച്ചുറൽ ആർച്ചുകളും ക്ലിഫുകളും ഒക്കെയായിരുന്നു അവിടുത്തെ അട്രാക്ഷൻ. ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത ഒരു സ്ഥലമാണ് ഈ പ്ലേസ്. ടൂറിസ്റ്റ് സീസൺ അല്ലാത്തതിനാൽ ഒട്ടും ക്രൗഡഡ് അല്ലാത്ത ബീച്ച് ഞങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യുവാനും ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കുവാനും സഹായിച്ചു. അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് ബനാഗിൽ കേവ്സിലേക്ക് ബോട്ടിംഗ് എടുക്കുവാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ മോശം കാലാവസ്ഥ ആയതിനാൽ അത് നടന്നില്ല. അതിനാൽ ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റൊരു ക്ലിഫും ബീച്ച് സൈഡ് വോക്കും ഒക്കെ എൻജോയ് ചെയ്ത് അന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. ഞങ്ങളുടെ യാത്രയുടെ ലാസ്റ്റ് ദിവസമായ 5-ാം ദിവസം രാവിലെ റൂം ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഫറോയിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകും വഴി കപ്പേള ഡോസ് ഓസോസ് എന്ന് പറയുന്ന ബോൺസ് ചാപ്പൽ കാണുവാൻ വേണ്ടി പോയി. ഓവർ ക്രൗഡഡ് ആയ ഫറോയിലെ സെമിട്രീസിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ള 1250ഓളം പേരുടെ അസ്ഥികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ചാപ്പലാണ് ഈ കപ്പേള ഡോസ് ഓസോസ് എന്ന് പറയുന്നത്. അത് അല്പം സ്കേറി ആണെങ്കിലും ഒരു വ്യത്യസ്തമായ കാഴ്ച അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. പോർച്ചുഗൽ ഒരു ചെറിയ രാജ്യമായിരുന്നുവെങ്കിലും 5 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്ന സ്ഥലം വളരെ ചുരുക്കമാണ്. എങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ പോർച്ചുഗലിനോട് വിട പറഞ്ഞ് UK മടങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ്.